ചമയാതെ വാടി. നിനക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാൾ 10 ലക്ഷം രൂപ ഞാൻ തരാം. ഒന്ന് വാടി ഇവിടെ. Good evening. Evening. Get up. കുറ്റവാളികൾക്കുള്ള ഇരിപ്പിടം ഇവിടെയല്ല, അവിടെയാണ്. That is the point. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് നിങ്ങളെക്കാൾ ഏറെ നിർബന്ധമുള്ളവനാണ് ഞാൻ. ഐ സി. അപ്പോൾ ഹോട്ടലിൽ ചെന്ന് പോക്കൃത്തരം കാണിച്ചത് കുറ്റമല്ലെന്നാണോ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാരുടെ മുമ്പിലും തുറന്നു പറയാനുള്ള ചങ്കൂറ്റം ഈ ജയനുണ്ട്. That is also a point. You shut up. നടന്നത് എന്താണെന്ന് ഞാൻ ഇവിടെ ഒന്നും പറയണ്ട, കോടതിയിൽ പറഞ്ഞാൽ മതി. പുരുഷു, ഇയാളെ ലോക്കപ്പിലിടും. പറഞ്ഞത് കേട്ടില്ലേ? വായോ വായോ. എക്സ്ക്യൂസ് മീ. എന്തു വേണം? ഞാൻ മിസ്റ്റർ ജയനെ ജാമ്യത്തിലിറക്കാൻ വന്നതാണ്. ഓഹോ, നിങ്ങൾ ആരാണ്? അയ്യോ, അറിയില്ലേ? കൊള്ളാം. സുപ്രസിദ്ധ നിശാനർത്തകി മിസ് രേഖ. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഷീ ഈസ് മൈ ക്ലയന്റ്. മിസ് രേഖ, നിങ്ങളും ജയനുമായുള്ള ബന്ധം? ഒരു ബന്ധവുമില്ല. 3-4 പെറുക്കികൾ എന്റെ കൈ കയറി പിടിച്ചപ്പോൾ എന്നെ രക്ഷിച്ചത് മിസ്റ്റർ ജയനായിരുന്നു. അത്രേ ഉള്ളോ? ആഫ്റ്റർ ഓൾ യു ആർ എ ക്ലബ് ഡാൻസർ. സോ വാട്ട്? ഒന്നുമില്ല, 4 പേര് കയറി കൈക്ക് പിടിക്കുന്നത് ആശ്ചര്യമല്ലെന്നേ പറഞ്ഞുള്ളൂ. ഇൻസ്പെക്ടർ, ഈ യൂണിഫോം അഴിച്ചു വെച്ചാൽ നിങ്ങളും എന്നെ പോലൊരു സ്ത്രീയാണ്. നിങ്ങളെ പരസ്യമായി 4 ആള് കയറി പിടിച്ചാൽ നിങ്ങളുടെ വില എന്താണ്? അത്തരമൊരു സന്ദർഭത്തിൽ ഒരാൾ നിങ്ങളെ രക്ഷിച്ചാൽ നിങ്ങളുടെ വികാരം എന്തായിരിക്കും? മിസ് രേഖ, നിങ്ങൾക്ക് ജയനെ ജാമ്യത്തിൽ കൊണ്ടുപോകാം. ശങ്കർ സാർ. യെസ് മാഡം. സൈൻ വാങ്ങി ഇയാളെ വിട്ടയക്കൂ. യെസ്. അമ്മേ, അമ്മേ. എന്താ മോളെ, നിനക്ക് എന്ത് പറ്റി? ഇതിൽ പരം നാണക്കേട് ഒന്നും വരാനില്ല. അമ്മേ, ഒന്നുകിൽ അവൻ മര്യാദയ്ക്ക് ജീവിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ ജോലി രാജിവെക്കണം. വെരി ഗുഡ്. ചേച്ചി, ആദ്യം അത് ചെയ്യൂ. എന്താടാ പറഞ്ഞത്? പറഞ്ഞപ്പോ കേൾക്കണമായിരുന്നു. കേട്ടോ അമ്മേ അവന്റെ അഹങ്കാരം? എന്താടാ ഇതിന്റെയൊക്കെ അർത്ഥം? അമ്മേ, ഞാൻ ഒരു കുറ്റവും ചെയ്തില്ല. 3-4 പേർ കൂടി ഒരു പെണ്ണിനെ ആക്രമിച്ചു. എനിക്കത് കണ്ടു നിൽക്കാൻ സാധിക്കുമോ അമ്മേ? ഞാൻ അവരെ കയറി തല്ലി. ഇതൊരു തെറ്റാണോ അമ്മേ? അവൻ ചെയ്തത് ശരിയല്ലേടി? ചേച്ചിയെ പോടാ.
എന്ത് പറഞ്ഞാലും അമ്മ മോന് വേണ്ടി വക്കാലത്ത് പറയും. അക്രമം കാണിക്കുന്നവരെ തല്ലാൻ നീ ആരാടാ? അതിനിവിടെ നിയമവും പോലീസും ഉണ്ട്. നിയമം, പോലീസ്. അന്ന് അച്ഛനെയും ചേച്ചിയെയും ക്രൂരമായി കൊന്നുകളഞ്ഞപ്പോൾ നിങ്ങളുടെ നിയമവും പോലീസും അവരെ എന്ത് ചെയ്തു? നീ നോക്കിക്കോ. അവരെ 3 പേരെയും കണ്ടുപിടിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇൻസ്പെക്ടർ രജനിയല്ല. തകർത്തു. പക്ഷേ ഒരു ചെറിയ മാറ്റം. രജനിക്ക് മുൻപിലുള്ള ഇൻസ്പെക്ടർ എന്ന പദം എടുത്തു കളയുക. എന്നാൽ ഓക്കെ. ഓടിച്ചു നിന്റെ പല്ല് ഞാൻ കൊഴിക്കും. എന്റെ ചേച്ചിക്ക് അതല്ലേ ചെയ്യാൻ കഴിയൂ. ഇതാ അടിച്ചോളൂ. അയ്യോ, ചിരിക്കാടാ. ഇനി ചിരിച്ചാ നോക്കിക്കോ. ശരി, ഇത് ഞാൻ ചിരിക്കുന്നില്ല. അനിയ, കുറ്റവാളികൾക്കൊരിക്കലും നിയമത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല. നിയമം. ചേച്ചി, ആ കൊലപ്പുള്ളികളെ നിങ്ങൾക്കോ നിങ്ങളുടെ നിയമത്തിനോ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ നിയമത്തെ കയ്യിലിട്ട് പന്താടുന്നവരാണവർ. പക്ഷെ ഒരു കാര്യം, ഏത് നിയമത്തെ വഞ്ചിച്ചവർ നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചുവോ അതേ നിയമം ആയുധമാക്കി ഞാൻ ആ 3 പേരോടും പകരം ചോദിക്കും. വെല്ലുവിളിയാണോ? യെസ് മൈ ഡിയർ സിസ്റ്റർ, ഇറ്റ്സ് എ ചലഞ്ച്. യെസ്, എസ് പി സ്പീക്കിംഗ്. വേണ്ടത് ചെയ്യാം. ഓക്കെ ഓക്കെ. ആര്? മിസ്റ്റർ ജോർജോ? വരാൻ പറയൂ. യെസ് സർ. Good morning, sir. Very, very good morning, Mr. George. Ah. Please be seated. Thank you very much. After a very long time. That's right. By the way, കുടിക്കാൻ എന്തെങ്കിലും? No, it's just quite all right. ഒന്ന് കണ്ടിട്ട് പോകാം വിചാരിച്ചു. You are always welcome. Thank you very much. Yes, come in. സാർ, Come on. Tell me. ഞാൻ പിന്നീട് വരാം. Inspector. Meet Mr. George, a great business magnate from Delhi. ഹലോ. Hello. How do you do? Well, I'm afraid I'm interrupting your official work. I think I will call back sometime later if you don't mind. Oh, nothing. Let us Bye. meet again. ബൈ. See you. Yes, Inspector. What is your problem? സാർ, Come on. Tell me frankly. ഈ അവസരത്തിൽ വേണ്ട സാർ. പിന്നീട് Anything personal? എനിക്ക് ഈ കേസൊന്ന് പുനഃപരിശോധന ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇത് തെളിവില്ലാതെ കോടതി തള്ളിയ കേസല്ലേ? അതെ, പക്ഷേ ഈ കേസിൽ മിസ് രജനിക്ക് എന്താണ് ഇത്ര താല്പര്യം? കൊല്ലപ്പെട്ടവർ ഒന്നെന്റെ അച്ഛനും മറ്റേതിന്റെ ചേച്ചിയുമായിരുന്നു. My goodness. Then? പറയാം. 15 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് ഞെട്ടിപ്പിച്ച ഉണ്ണിത്താൻ കൊലപാതകത്തിന്റെ ദൃക്സാക്ഷി എന്റെ അച്ഛനായ കേശവക്കുറുപ്പായിരുന്നു. സത്യം പറയുവാൻ മാത്രം പഠിച്ചിട്ടുള്ള എന്റെ അച്ഛന്റെ മൊഴി അവരെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയരാക്കി. അവർ ജയിലിലായി. അച്ഛനോട് എങ്ങനെയെങ്കിലും പകരം വീട്ടണമെന്ന് അവർക്ക് വാശിയുണ്ടായിരുന്നു. ഒരു ദിവസം
ശ്ശോ, ഇന്ന് ചുമ്മാ ഇരിക്ക്. Good evening. വർഷങ്ങൾക്ക് ശേഷം വരേണ്ട ഞങ്ങൾ ഇന്ന് ഈ പാതിരായ്ക്ക് വന്നപ്പോൾ പേടി തോന്നുന്നുണ്ടല്ലേ? നീ കോർട്ടിൽ കൊടുത്ത ദൃക്സാക്ഷി വിവരണത്തിന് അവാർഡ് നൽകേണ്ടതാണ്. ആ, ഞങ്ങൾ ചെയ്ത കൊലപാതകം നേരിട്ട് കണ്ട കണ്ണുകളല്ലേ ഇത്? അയ്യോ, അയ്യോ. അദ്ദേഹത്തെ ഒന്നും ചെയ്യരുതേ. ആ? ഉം. നമ്മൾ വല്ലതും ചെയ്യുമോ തമ്പി? പക്ഷേ ഈ കണ്ണുകൾ ഇനി മേലിൽ ഒന്നിന് സാക്ഷ്യം വഹിക്കരുത്. Well done, boys. Very well done. Come on, let's go now. Madiyum kodiyum thirnu. Ah, See you, my boy. Christine over here. Come, let's go. Come on. Bye. Bye, all of you. Come on, boys. അവർ മൂന്നുപേരും ജയിലിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ സ്ത്രീയും ചെറുക്കനും പറഞ്ഞത് അതാണ് എനിക്കും പിടികിട്ടാത്തത്. ഇതാ നോക്കൂ. ഇവന്മാരാണ് സാർ എന്റെ അച്ഛനെയും ചേച്ചിയും കൊന്നത്. കുട്ടി എന്താണ് ഈ പറയുന്നത്? ഇവർ ജയിലിനകത്ത് കിടക്കുമ്പോൾ എങ്ങനെ അവിടെ വരും? ഇവരെപ്പോലെ തോന്നിക്കണം മറ്റു വല്ലവരായിരിക്കും നീ കണ്ടത്. അല്ല, എനിക്കറിയാം ഇവന്മാർ തന്നെ. കുട്ടി പറയുന്നത് സത്യമാണെങ്കിൽ കൂടി നിയമപ്രകാരം തെളിവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ തെളിവില്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നാണല്ലേ? കൊലപ്പുള്ളികൾ 3 പേരും എന്റെ അച്ഛനെ കൊല ചെയ്ത അവസരത്തിൽ, എന്റെ സഹോദരി മാനഭംഗം ചെയ്തു കൊന്ന അവസരത്തിൽ ജയിലിലായിരുന്നു എന്ന ഒറ്റ കാരണത്താൽ ആ കേസ് കോടതി തള്ളി. Very pity about you. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സ്വല്പം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. What do you mean by that? ഐ മീൻ, തീർച്ചയായും എനിക്ക് ഈ കേസ് തെളിയിക്കാൻ കഴിയും. മിസ് രജനി, നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന കേസ് അത്ര നിസ്സാരമല്ല. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ അതിന്റെ അപമാനം
നിങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് കൂടിയായിരിക്കും. അതെനിക്കറിയാം സാർ. അങ്ങയുടെ അനുഗ്രഹം എനിക്ക് ആവശ്യമാണ്. ഈ കേസ് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സമുദായ മധ്യത്തിൽ വളരെ മാന്യന്മാരായി ജീവിക്കുന്ന 3 പേരെ മനഃപൂർവ്വം കരുതിരിച്ച് കാണിക്കുവാനും നിങ്ങളുടെ പക വീട്ടുവാനും വേണ്ടിയാണിതെന്നുള്ള ആരോപണം ഒരിക്കലും ഉണ്ടാകരുത്. അങ്ങനെ വന്നാൽ അത് നിങ്ങളുടെ കരിയറിനെ സാരമായി ബാധിച്ചെന്നിരിക്കും. സോ പ്ലീസ് ഹാവ് എ സെക്കൻഡ് തോട്ട് ബിഫോർ ദ ലീപ്പ്. ദിസ് ഈസ് മൈ സിൻസിയർ അഡ്വൈസ്. എനിക്ക് ആത്മവിശ്വാസമുണ്ട് സാർ. പകവീട്ടലല്ല എന്റെ ഉദ്ദേശം. കുറ്റവാളികളെ എങ്ങനെ രക്ഷപ്പെടുവാൻ അനുവദിച്ചുകൂടാ. Okay, then you boldly go ahead. താങ്ക് യു സാർ.